ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദമിനായിട്ട് ഒരു കുളത്തേക്ക് പോകുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഉപ്പൻ്റെ അനിയത്തി ആദമും ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഉപ്പൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു കുളത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ആദമും ആദ്യമായിട്ടാണ് കേട്ടോ ഒരുപാട് വെള്ളം കുളമൊക്കെ കാണുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം കാണുമ്പോൾ അവനെ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. 2 സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് നടന്നു പോകുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലായിട്ടാണ് ഈ കുളം വരുന്നത്. പിന്നെ പോകുന്ന ടൈമിൽ നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൻ്റെ തലയിൽ ഒരു തോർത്തുമുണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് വഴിയിലല്ലാണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് എങ്ങനെ പോകാൻ പറ്റും, എങ്ങനെ നടക്കാം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കല്ല് വെച്ച് കെട്ടിയൊരു സ്ഥലം കണ്ടോ. ആ സ്ഥലത്ത് മാത്രമേ ആഴമുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് നടക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആദമിനെ അവിടെ നിർത്തിയിട്ട് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് വഴിയിലൂടെ പോകാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെയൊക്കെ നടക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആദമിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെയൊക്കെ നിർത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇഗ്നോർ ചെയ്യുക. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ കടന്നിട്ട് വേണം പോകാൻ. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കിണറുണ്ട്. ആ കിണറിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമുക്ക് ആദമിനെ ഡ്രസ്സ് ചേഞ്ച് ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവനക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൻ അതിന്മേൽ നിൽക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ അവിടെ നിൽക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവനെ കയ്യിലൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവന് ഫസ്റ്റ് ടൈം ആയ കാരണം എങ്ങനെ ആവും അവന് അതിനോട് റിയാക്ട് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവൻ എന്തായാലും ഫസ്റ്റ് ടൈം വെള്ളം കാണുകയാണെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഹാപ്പി ആയിട്ട് അവൻ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവന് വെള്ളത്തിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വന്ന പാടെ അല്ലെങ്കിൽ ചെന്ന പാടെ ഞങ്ങൾ കയ്യിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇതേപോലെ കാലിട്ടടിക്കാനും കൈയിട്ടടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം വന്നൊരു ടൈമും കൂടിയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ ഇത്രയും വലുതായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും കൂടി ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ അവൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഓരോരോ കളികൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതും ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറേ ടൈമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ അവൻ തന്നെ ഭയങ്കരമായിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വെള്ളം കാണുന്നതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവനക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമല്ല, അവൻ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലുള്ള ടയർഡ്നെസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ആയിരുന്നു. അപ്പോൾ ഈ വെള്ളം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. നല്ല അടിപൊളി വെള്ളം, അപ്പോൾ തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളങ്ങനെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.